ഇവിടെ ഈ പയ്യൻ കാർത്തിക എന്നു പേരുള്ള ഒരു പെണ്ണിനെ അവൾ അറിയാതെ പ്രണയിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവൻ അവളോട് തന്റെ ഇഷ്ടം പറയാൻ പോകുന്ന നേരം അവളുടെ അച്ഛൻ അവനെ അടിക്കുകയും പിന്നീട് അവന്റെ വീട്ടഡ്രസ് കണ്ടുപിടിച്ച് അവിടെ ചെന്ന് അവനെ തല്ലിച്ചതിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോണമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അന്നു മുതൽ ആ പയ്യൻ അവളുടെ അച്ഛനോട് വല്ലാത്തൊരു ദേഷ്യമായിരുന്നു. അങ്ങനെ 8 വർഷങ്ങൾക്ക് ശേഷം കാർത്തിക അവളുമായി കല്യാണം ഉറപ്പിച്ച ചെക്കന്റെ കൂടെ പുറമേ കറങ്ങി നടക്കുകയായിരുന്നു. അപ്പോൾ ആ പയ്യൻ ഫ്രണ്ട്സിന് കാട്ടിക്കൊടുക്കാൻ എന്ന് പറഞ്ഞ് സെൽഫി എടുക്കുന്ന സമയത്ത് കാർത്തിക അവനോട് നിനക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് എനിക്ക് പേടിയുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ അവളെ സമാധാനപ്പെടുത്തിക്കൊണ്ട് അവൻ അവിടെ നിന്ന് അവളെ കൂട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ അവനൊരു ഫോൺ വരികയും അവൻ ഫോൺ വിളിച്ച് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒരു ലോറി വന്ന് അവനെ ഇടിക്കുകയും ആ നിമിഷം തന്നെ അവൻ മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത് കണ്ട് ആകെ തകർന്ന കാർത്തിക ഇനി തനിക്കൊരു കല്യാണാലോചനയും കൊണ്ടുവരേണ്ടെന്ന് അവളുടെ അച്ഛനോട് പറയുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവളുമായി കല്യാണം ആലോചിക്കുന്ന എല്ലാ ചെക്കന്മാരും ഇതേ രീതിയിൽ മരണപ്പെടുകയാണ്. അങ്ങനെ ഈ കേസ് അവസാനം നമ്മുടെ ഹീറോയുടെ കയ്യിലെത്തുന്നുണ്ട്. അങ്ങനെ കാർത്തികയെ വിളിച്ച് ചോദ്യം ചെയ്യുമ്പോൾ അവൾ ഇതുവരെ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവൾ ആദ്യം എന്നു പേരുള്ള ഒരു പയ്യനെ സിൻസിയറായി ലവ് ചെയ്തിരുന്നു. എന്നാൽ കുറച്ചു നാളുകൾക്കപ്പുറം അവനെ ആരോ ക്രൂരമായി കൊലപ്പെടുത്തിയിരുന്നു. അതിനുശേഷം ആകെ ഡിപ്രഷനിലായ കാർത്തികയോട് ഇനിയും എത്രനാൾ നീ ഇങ്ങനെ തനിയെ പോകുമെന്ന് പറഞ്ഞ് അച്ഛൻ അവനക്കൊരു പയ്യനെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇങ്ങനെ കണ്ട പയ്യന്മാരിൽ ഒരാൾ ഫ്ളാറ്റിൽ നിന്ന് താഴെ വീണും മറ്റൊരാൾ ലോറിയിടിച്ച് മരണപ്പെട്ടെന്ന് അവൾ പോലീസിനോട് പറയുന്നു. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഹീറോയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നു. അവൾക്ക് അവളുടെ അച്ഛൻ കണ്ടുപിടിച്ച പയ്യന്മാരൊക്കെ സാധാരണ നിലയിൽ മരണപ്പെടുമ്പോഴും അവൾ സ്നേഹിച്ച ആദി എന്നു പേരുള്ള പയ്യൻ മാത്രം അതിക്രൂരമായി കൊല ചെയ്യപ്പെടുകയാണ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഹീറോയിനെ കാർത്തികയുടെ കൂടെ തന്നെയുള്ള അവളെ ഒരുപാട് സ്നേഹിക്കുന്ന ആരോ ആണ് ഈ കൊലയ്ക്ക് പിന്നിലെന്ന് സംശയം ഉദിക്കുന്നു.